ഹലോ ഗായ്സ്, ഞാൻ ഇന്നലെ ഒരു ക്രിസ്മസ് ട്രീയുടെ ഷോർട്ട് വീഡിയോ ഇട്ടില്ലായിരുന്നു. അപ്പോൾ അതുണ്ടാക്കുന്ന ഫുൾ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ക്രിസ്മസ് ട്രീ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. നമ്മളിത് വീണ്ടും കുറച്ച് തടി പീസുകളൊക്കെ ആയിട്ടാണ് വർക്കിനിരിക്കുന്നത്. പിന്നെ 2-3 വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ തടിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആരെയും ബോറടിപ്പിക്കുന്നതല്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ഇത് ഉള്ളത് കൊണ്ട് അതിലെന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ തടികളൊക്കെ നല്ല തടികളൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം ഉളുത്ത തടികളൊക്കെയാണ്. ഉളുത്തതോ ചെതലെടുത്തതോ അതെന്തോ ആവട്ടെ, എന്തായാലും നമുക്ക് കയ്യിലുള്ള സാധനം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തെടുക്കുമ്പോഴത്തേക്കും അതിന് പ്രത്യേക ഒരു ഭംഗി തന്നെയാണല്ലേ. ദേ ഞാൻ ഈ കാണിക്കുന്നത് കണ്ടോ, അതുപോലെ നമ്മൾ 2 സൈഡിലും ഒരു അളവ് പിടിച്ചിട്ട് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ സിക്സാഗ് ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കണം. അതിനൊന്നും പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും കേട്ടോ. അങ്ങനെ ഈ വരച്ച തടികളെല്ലാം കൂടി നേരെ അങ്ങ് അണ്ണൻ്റെ കൊടുത്ത് അണ്ണ എനിക്ക് നല്ലതുപോലെ കട്ട് ചെയ്ത് തന്നിട്ടോ. ഞാനൊരെണ്ണം കഷ്ടപ്പെട്ട് കട്ട് ചെയ്തതാണ് ഇന്നലെ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചത്. എന്തായാലും കട്ട് ചെയ്തെടുത്ത് ഈ പീസുകളൊക്കെ നല്ലതുപോലെ ഒന്ന് ലെവല് പിടിച്ചിട്ട് നമ്മൾ അതിന്റെ സെന്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആണി അടിക്കാനാണ്. കറക്റ്റ് ആ സെന്റർ പോർഷൻ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യുവാണെങ്കിൽ അതെല്ലാം ലെവൽ ചെയ്ത് പറക്കി വെച്ചിട്ട് നമുക്ക് ആണി അടിച്ചു കൊടുക്കാൻ എളുപ്പമായിരിക്കും. ഈ ഒരു പീസിന്റെ കുറച്ച് ഭാഗമൊക്കെ ഇളകിപ്പോയി. ഇതുപോലെ ഒരു നീളമുള്ള പട്ടിയലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പട്ടിയൽ എന്ന് പറഞ്ഞാൽ തടിയുടെ ഒരു പീസ് തന്നെയാണ്. ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ തടി പീസുകളുണ്ടല്ലോ, അതിങ്ങനെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനൊന്ന് വെച്ച് നോക്കുവാണ് കേട്ടോ. കറക്റ്റ് ആ ഒരു ഓർഡറിൽ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തായിരുന്നല്ലോ സെന്റർ പോർഷൻ, ആ ഒരു സെന്റർ പോർഷൻ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്ത് അടുക്കി വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ക്രിസ്മസ് ട്രീ ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പൊ ക്രിസ്മസ് ട്രീയുടെ അതേ ഒരു ഷേപ്പിൽ തന്നെ വരവും വേണമല്ലോ. അപ്പൊ ഏറ്റവും കുഞ്ഞു പീസ് മുകളിൽ വെച്ചിട്ട് താഴേക്ക് വരുമ്പോഴത്തേക്കും വലിയ വലിയ പീസുകൾ വെച്ചാണ് കേട്ടോ വരുന്നത്. ഞാൻ ഈ തടിയുടെ ഓരോ വർക്കുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും പറയും കേട്ടോ, പെയിന്റ് കൂടി അടിക്കണേ, പെയിന്റ് കൂടി അടിച്ചാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും എന്ന്. സത്യം പറയാലോ, ഞാൻ നിങ്ങളുടെ ഈ കമന്റ്സ് ഒക്കെ കണ്ടിട്ട് അതിനൊരു മൈൻഡ് ചെയ്യാതിരിക്കുന്നതല്ല കേട്ടോ. എൻ്റെ പെയിന്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് പെയിന്റ് ചെയ്ത് കൊടുക്കാതെ വാർണിഷ് മാത്രം ചെയ്ത് കൊടുക്കുന്നത്. തേടിയ വള്ളി കാലി ചുറ്റിയെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നമുക്ക് ഇന്നലെ കുറച്ച് പെയിന്റ് കിട്ടി കേട്ടോ. നമ്മുടെ ചേട്ടൻ നമുക്ക് കുറച്ച് പെയിന്റ് കൊണ്ടുവന്ന്. ചേട്ടൻ എന്ന് പറയുമ്പോൾ എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. ചേട്ടന് സ്പ്രേ പെയിന്റിങ്ങിന്റെ പണി ആയതുകൊണ്ട് ചേട്ടൻ ഇന്നലെ വന്നപ്പോഴത്തേക്കും കുറച്ച് പെയിന്റുകളൊക്കെ നമുക്ക് കൊണ്ടുവന്നു കേട്ടോ. ഈ ക്രിസ്മസ് ട്രീ നമ്മൾ ചെയ്തതിന് ശേഷമാണ് ചേട്ടൻ ഇത് കൊണ്ടുവന്നത്. എന്തായാലും ഞാൻ ഈ ക്രിസ്മസ് ട്രീക്ക് ആ പെയിന്റ് ഒക്കെ കൊടുത്തിട്ട് ഒരു പുതിയ ലുക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടേ. അപ്പൊ ഇത് നമ്മൾ ഈ നിരത്തി വെച്ച പീസുകളൊക്കെ ഇനി നല്ല രീതിക്ക് ആണി അടിച്ച് ഉറപ്പിക്കുന്നതാണ്. കുറച്ചായിട്ട് തടിയുടെ പരിപാടിയൊക്കെ ആയതുകൊണ്ട് കയ്യിലുള്ള ആണികളും ഒക്കെ തീർന്നിട്ടുണ്ട്. ഇനി കുറച്ച് ആണികളൊക്കെ റീസ്റ്റോക്ക് ചെയ്യാനുണ്ട്. എന്തായാലും നമ്മൾ കയ്യിലുള്ള ആണിയും സ്ക്രൂ ഒക്കെ വെച്ചിട്ട് നമ്മുടെ ആ ക്രിസ്മസ് ട്രീ ഒന്ന് സെറ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഒരുപാട് നല്ല കമന്റ്സ് ഒക്കെ വന്നു കേട്ടോ. അപ്പൊ കമന്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ടേ. വേറൊരു ക്രിസ്മസ് ട്രീ കൂടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ വീഡിയോ ഇടാം കേട്ടോ. ഈ തടി പരിപാടി ആകുമ്പോഴത്തേക്കും പെട്ടെന്നൊന്നും എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റത്തില്ല. എനിക്കും അത്രയ്ക്കൊന്നും അങ്ങ് പറ്റത്തില്ല കേട്ടോ. അണ്ണനും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് എനിക്കത് ഈസി ആയിട്ട് പോകുന്നതാണേ. അപ്പൊ ഞാൻ ഇനി ഇടുന്ന ക്രിസ്മസ് ട്രീ എനിക്ക് തോന്നുന്നു മിക്കവാറും കുറച്ച് പേർക്കെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഇത് നമ്മൾ ആ ടോപ്പ് പോർഷൻ വരെയും ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ടോപ്പിലോട്ട് വരുമ്പം കുഞ്ഞായിട്ടൊരു ലവ് പോലത്തെയാണ് കേട്ടോ വരുന്നത്. അവിടെ കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. തീർന്നില്ല കേട്ടോ, ഇനി ഇതിന്റെ ഈ സൈഡുകളൊക്കെ ഒന്ന് ലെവല് പിടിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ആ കറക്റ്റ് ആ ഒരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിലേക്ക് ഒന്ന് വെട്ടി കൊടുക്കാനാണ്. വെട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ ആ തടിയുടെ ബാലൻസ് പീസുകളൊക്കെ നല്ലതുപോലെ ഒന്ന് മുറിച്ച് മാറ്റണം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇത് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടി അവർ നല്ല ഷേപ്പ് വരട്ടെന്ന് വിചാരിച്ചിട്ട് അതിന്റെ അറ്റമൊക്കെ നമ്മളിങ്ങനെ ലെവല് പിടിച്ച് വരച്ചിട്ട് അതുകൂടി ഒന്ന് മുറിച്ച് മാറ്റുന്നുണ്ടേ. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ കട്ടിംഗ് മെഷീൻ ചെറിയൊരു പണി ചെയ്യുന്ന കേട്ടോ. അത് ഇടയ്ക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കംപ്ലൈന്റ് ആയി. അങ്ങനെ നമുക്കിത് കുറച്ച് ഇരട്ടി പണിയായി കേട്ടോ. കാരണം ഇതിന് ഹാക്സാ ബ്ലേഡിന് മാത്രമേ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹാക്സാ ബ്ലേഡിന് ഇത് കട്ട് ചെയ്യുന്നത് അത്ര നിസ്സാര പണിയൊന്നും അല്ല കേട്ടോ. കൈയൊക്കെ നല്ല രീതിക്ക് പോകും. ഇത്തിരി ഇമ്മണി നേരമൊന്നുമല്ല ഇതിന്റെ മൂട്ടിൽ ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി നിന്നത്. കുറേ നേരം എടുത്തിട്ടാണ് ഇത് കട്ട് ചെയ്ത് മാറ്റിയത് കേട്ടോ. ഭയങ്കര പാടായിരുന്നു. അങ്ങനെ ഇരുന്നും കിടന്നും ഒരുവിധം നമ്മൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് തളർന്നിട്ട് അവസാനം അണ്ണൻ കട്ട് ചെയ്ത് തുടങ്ങി. എന്തായാലും കൈയുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായി. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ പുൽക്കൂട് ചെയ്യുമോ എന്ന്. നമ്മൾ പുൽക്കൂട് ചെയ്യുന്നുണ്ട് കേട്ടോ. പുൽക്കൂട് എന്തായാലും വീഡിയോ ഇടുന്നുണ്ട്. പുൽക്കൂട് മാത്രമല്ല, നമ്മളൊരു വേറൊരു ക്രിസ്മസ് ട്രീയും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നീണ്ട കട്ട് ചെയ്യൽ പരിപാടിക്ക് ഒടുവിൽ നമ്മൾ 2 സൈഡും ഇതുപോലെ വൃത്തിയായിട്ട് കട്ട് ചെയ്ത് നല്ല ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിനൊരു ക്രിസ്മസ് ട്രീയുടെ ലുക്ക് ആയില്ലേ. ഈ കാണിക്കുന്ന നമ്മുടെ ക്രിസ്മസ് ട്രീ നമുക്ക് തറയിൽ ഫിക്സ് ചെയ്യണമല്ലോ, അതിന് പറ്റിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. ഇങ്ങനെ നീളമുള്ള 2 തടികൾ വെച്ച് അടിച്ചിട്ട് അതിന്റെ ഇടയ്ക്ക് ഇതുപോലെ 4 പീസുകൾ കൊടുക്കുന്നുണ്ട്. ഈ ഗ്യാപ്പിലേക്കാണ് നമ്മൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇങ്ങനെ ഇറക്കി വെക്കുന്നത് കേട്ടോ. ഇനി ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കൊടുത്തേക്കുന്ന ഈ 2 തടികൾ എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ തറയിൽ ഫിക്സ് ആക്കി നിർത്താൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഈ ഒരു ഗ്യാപ്പിലേക്ക് ഇറക്കി വെച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ നമ്മുടെ ക്രിസ്മസ് ട്രീ ആ ഒരു ഗ്യാപ്പിലേക്ക് ഇങ്ങനെ ഫിക്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതുപോലെ അവിടെ ഉറച്ചങ്ങിരുന്നോളും. ചരിഞ്ഞു പോകുമോ മറിഞ്ഞു പോകുമോ ഒന്നുമില്ല. കണ്ട, ഇത് നമ്മൾ ആ ഒരു കോർണറിലേക്ക് കൊണ്ട് വെച്ചതാണേ. എങ്ങനെയുണ്ട്? നല്ല ഫിക്സ് ആയിട്ടിരിക്കും കേട്ടോ അത്.
ഇനി നമുക്ക് അലങ്കാര പരിപാടികളാണ്. നമ്മൾ നേരത്തെ ക്രിസ്മസിന് വാങ്ങിച്ചിരുന്ന ലൈറ്റുകളും കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് അതെല്ലാം കൂടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ക്രിസ്മസ് ട്രീ നല്ല അടിപൊളിയാക്കി ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സ്റ്റാറിന്റെ ലൈറ്റുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കണ്ടില്ലേ, കുഞ്ഞു ക്രിസ്മസ് പപ്പനെയും അതുപോലെ കുഞ്ഞു കുഞ്ഞു സ്റ്റാറുകളും കുഞ്ഞു ബോളുകളും ഗിഫ്റ്റിന്റെ ഒരു ബോക്സ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം കൂടിയിട്ട് നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ അവിടെ ആയിട്ട് റാൻഡമായിട്ട് തൂക്കി കൊടുക്കുന്നുണ്ടേ. കണ്ടോ, ഇതുപോലത്തെ സാധനങ്ങളാണ് കേട്ടോ എല്ലാം. അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട്. ഋതുക്കുട്ടന്റെയും മിന്നൂടിയുടെയും സംസാരം കാരണം എന്റെ സംസാരം ഒന്നും കേൾക്കാൻ വയ്യല്ലേ. ഈ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഞങ്ങളിവിടെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ഈ സാധനങ്ങളെല്ലാം ഓൺലൈനിലും കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ വേണമെങ്കിൽ അത് ടാഗ് ചെയ്ത് കൊടുത്തേക്കാമേ, ആവശ്യമുള്ളവർക്ക് കയറി വാങ്ങാമല്ലോ. എന്തായാലും നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഡെക്കറേഷൻ ഒക്കെ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ലൈറ്റും കൂടി ഇട്ടപ്പോൾ നോക്കിയേ, നല്ല അടിപൊളിയായില്ലേ, നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പാഴ്ത്തടി കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ.